സ്ഥാനത്തും അസ്ഥാനത്തും നമ്മൾ തള്ളിവെക്കുന്ന നമ്പർ 1 ആരോഗ്യ കേരളം അന്തം കെട്ടൊരു വവ്വാല് കണക്കെ തലകീഴായി കിടപ്പാണോ എന്ന് സംശയിപ്പിക്കുന്ന മെഡിക്കൽ അനാസ്ഥകളുടെ ഒരു ഘോഷയാത്രക്കാലമാണ്. 6ാം വിരൽ നീക്കാനെത്തിയ കുഞ്ഞിന്റെ നാക്കിൽ സംശയങ്ങളില്ലാതെ സർജറി നടത്തി വായിൽ പഞ്ഞി നിറച്ചു വിട്ടതിന്റെ ഞെട്ടൽ മാറും മുൻപേ കേൾക്കുന്നുണ്ട് അനാസ്ഥയുടെ അടുത്ത ഏടം. അതേ മെഡിക്കൽ കോളേജിൽ അപകടത്തിൽ കൈപൊളിഞ്ഞെത്തിയ ഒരു പാവം പിടിച്ചവന്റെ കൈയിലിട്ട കമ്പി മാറിപ്പോയെന്നാണ് പരാതി. ആ പുറത്തേക്ക് തള്ളിയ കമ്പിയിൽ കൊടുംവേദന കൊണ്ട് ആ ചെറുപ്പക്കാരൻ പൊളയുന്ന സമയത്ത് തന്നെ ന്യായീകരണവുമായി എത്തി മേധാവി ഡോക്ടർമാർ. മെഡിക്കൽ പദാവലികൾ, പ്രൊസീജിയറിൽ പിഴവില്ല. ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് സത്യമായും സത്യമാണോ എന്ന് സംശയിക്കാനുള്ള കാരണം ഇപ്പറഞ്ഞ വീഴ്ചകളിൽ, കുഞ്ഞിന്റെ നാക്കിൽ കത്തിവെച്ച പാതക പിഴവിൽ, ഒരു കത്രിക അകത്തിട്ട് വയറ് കൂട്ടിക്കെട്ടിയ മര്യാദകേടിൽ, കാക്കത്തൊള്ളായിരം പിഴവുകളിൽ ഒന്നിലെങ്കിലും അത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തിന് പറ്റിയ തെറ്റാണ്, തിരുത്തും എന്നുപാധികളില്ലാതെ അവർ സമ്മതിച്ചത് എന്നെങ്കിലും കണ്ടവരുണ്ടോ? 8 മാസം ഗർഭിണിയുടെ അനക്കമില്ലാത്ത വയറൊന്നും പരിശോധന പോലും ഇല്ലാതെ ഒരു ഡോക്ടർ മടക്കി അയച്ചെന്നും ആ കുഞ്ഞ് ചാവുള്ളയായതും കണ്ണീരോടെ പറയലാണ് മറ്റൊരു ഗതികെട്ടവൻ പരമസാധു, അതും ഡോക്ടർക്ക് പിഴക്കില്ല. വീഴ്ച പറ്റാത്ത മെഡിക്കൽ ദൈവങ്ങളുടെ ഒരു കാറ്റുകേറാക്കോട്ടയാണ് ആ സംഘബലത്തിന്റെ യൂണിയൻ തിണ്ണബലധാഷ്ട്യത്തിൽ മര്യാദകേടുകളെ ചേർത്തുപിടിക്കുന്ന അധമത്വം അതേ മെഡിക്കൽ കോളേജിൽ കണ്ടതാണ് കേരളം. ഓപ്പറേഷൻ കഴിഞ്ഞ് പാതിമയക്കത്തിൽ ഐസിയുവിൽ കിടക്കുന്ന ഒരു സ്ത്രീരോഗിയെ കയറിപ്പിടിച്ചൊരുത്തനെ, ഒരു യൂണിയൻ നേതാവിനെ ആറ്റുനോറ്റുകാക്കാൻ നെറുകേടിന്റെ അങ്ങേയറ്റത്തെ ഒരു വൃത്തികെട്ട മാതൃക. ആ പെൺകുട്ടിയുടെ നരകയാതന കണ്ട് സത്യം പറഞ്ഞൊരു ജീവനക്കാരിയെ വേട്ടയാടി യൂണിയൻ തമ്മാടിത്തങ്ങൾക്ക് കുടപിടിച്ച് ആ ബലാത്സംഗിക്ക് ഓശാനപാടി ആരോഗ്യവകുപ്പ് കേരളത്തിന്റെ നാണക്കേടാണ്. ആ അതിജീവിതയോട്, ഈ ഡോക്ടർമാരുടെ അനാസ്ഥയിൽ മറ്റന്നാൾ വീണ്ടും അഡ്മിറ്റാകാൻ കേരളത്തോട് കെഞ്ചിക്കൈ നീട്ടുന്ന ഹർഷീനയോട് ഈ സർക്കാർ കൂടെയുണ്ടെന്ന പെരുംകള്ളം ആവർത്തിക്കാതിരുന്നുകൂടെ ആരോഗ്യമന്ത്രി? ആ സംഘബലങ്ങളിൽ മുട്ടുവിറക്കുന്ന ഇച്ഛാശക്തിയില്ലായ്മയ്ക്ക്, കപ്പിത്താന് വാഴ്ത്തിപ്പാടിയാൽ എല്ലാമായെന്ന മൗഢ്യത്തിന് വേണം രാഷ്ട്രീയ ചികിത്സ. അടിയന്തര ശസ്ത്രക്രിയ വേണ്ടത് കുഞ്ഞിന്റെ നാക്കിനല്ല, ആരോഗ്യ വകുപ്പിന്റെ തലയ്ക്കാണ്.